എടുത്തിട്ട് 5 മാസം അവർ എക്സ്പ്രസ് 4 ആണ് ഇരിക്കണേ. 5 മാസമായ വണ്ടി എങ്ങനെ ഇവിടെ വന്നെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പറഞ്ഞുതരാം. വണ്ടി എടുത്തിട്ട് കസ്റ്റമർ ഷോറൂമിൽ ഒരു സൗണ്ട് ആയിട്ട് എടുത്ത പിറ്റേ ദിവസം സൗണ്ട് തുടങ്ങി. ഷോറൂമിൽ കയറി ഇറങ്ങി അവന്മാര് ലാസ്റ്റ് മാറി വിടാനെന്നറിയോ? എഞ്ചിൻ സൗണ്ട് വന്ന വണ്ടിക്ക് ക്ലച്ച് കേബിൾ മാറി വിട്ട്. ക്ലച്ച് കേബിളായിട്ട് ഓക്കെ ബ്രോ എന്ന് പറഞ്ഞു വിട്ട്. വേറൊരു കുഴപ്പം വണ്ടിക്കില്ലെന്ന്. ഇതിന്റെ എന്നാ സീനോ കംപ്ലൈന്റ്? ഇതിന്റെ ബാലൻസർ ഗിയർ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ വാൽവ് സൗണ്ട് ഉണ്ടായിരുന്നു. ഇതായിരുന്നു കംപ്ലൈന്റ്. അല്ല ക്ലച്ച് കേബിൾ മാറിയ എഞ്ചിൻ സൗണ്ട് മാറുമോ? ഇല്ല, അതില്ല. ക്ലച്ച് കേബിൾ മാറി എവിടെയാണ് പോയി എഞ്ചിൻ സൗണ്ട്? ഇതാണ് ഷോറൂമിൽ ഒന്നും വണ്ടി വരാത്ത. കാര്യം നമ്മളെപ്പോലുള്ള മെക്കാനിക്കൽ നിനക്കൊക്കെ പറയും, അവന്മാരോട് നശിപ്പിക്കുക, നീയൊക്കെ നിനക്കൊന്നും പണിയാൻ അറിയാൻ മേലതുകൊണ്ട് മാത്രം അവിടെ വണ്ടി വരുന്നത്, വാറന്റി ഉള്ള വണ്ടിയാന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് വരാൻ. നോർമലി ഏത് പൊട്ടനും അറിയാം എക്സ്പൾസിന് ഏറ്റവും കൂടുതൽ സൗണ്ട് വരുന്നത് ഈ ടാപ്പറ്റ് ഈ ബാലൻസർ വീലുമാണ്. അതിന് ക്ലച്ച് കേബിൾ മാറി വിട, നീയൊക്കെ എന്നാടാ? സമ്മതിക്കണം. ഇതാണ് ആ കസ്റ്റമർ അതുപോലെ വിഷമിച്ച് ഇവിടെ വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്, വേറെ ഒന്നുമല്ല. കാര്യം പുള്ളി പുത്തൻ വണ്ടി എടുത്തിട്ട് ഷോറൂമിൽ കയറി ഇറങ്ങിയിട്ട് ഒരു ഉപകാരം പുള്ളിക്കില്ല. ഇത് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇവനൊക്കെ കാണട്ടെ, മര്യാദയ്ക്ക് പണിയാൻ പഠിക്കട്ടെ വണ്ടിയൊക്കെ.